പ്രഭ, മീരയുടെ കാര്യത്തിൽ താനിങ്ങനെ പേടിക്കണ്ട. അവളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രിയോ നാളെ രാവിലെ അവളിങ്ങെത്തും. സിദ്ധു എന്നോട് സംസാരിക്കണ്ട. എല്ലാവരും എനിക്കെതിരാ. ഇവിടെ എന്റെ മനസ്സറിയാവുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, മീര. അവളാ ഇപ്പൊ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിരിക്കുന്നത്. എന്താ പ്രഭ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെയുള്ള എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നവർ തന്നെയാ. താലി തൊട്ട് സത്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആർക്കാരും ദേഷ്യം വരില്ലേ? അതുകൊണ്ടാ ആ രീതിയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ദേവിക ഈ വീട്ടിൽ നിന്ന് പോകണമെന്നൊക്കെ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതെനിക്ക് മനസ്സിലായി. നന്ദനെയും ദേവികയും താൻ അംഗീകരിച്ച ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. തിരിച്ചു ആകാലോ. നന്ദനെയും മീരയെയും അംഗീകരിച്ചാൽ എല്ലാ കുഴപ്പങ്ങളും തീരുമല്ലോ. ദേവികയെ വിഷമിപ്പിച്ച് താൻ ഒന്നും നേടാൻ ശ്രമിക്കരുത്. എന്റെ അപേക്ഷ. ഓ, അവളൊന്ന് വിഷമിച്ച കൂടെ വിഷമിക്കാൻ എത്ര പേരാ. ഭാഗ്യം ചെയ്ത ജന്മം അവളുടേത്. പാവം മീര. അവൾ എവിടെ പോയാ ആർക്ക് എന്താ ഛേദം? അവളുണ്ടോ ഉറങ്ങിയോ ആർക്കന്വേഷിക്കണം? മീര മോളെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നന്ദന്റെ ഭാര്യയായിട്ട് ഒരാളുള്ളപ്പോ ആശ കൊടുത്ത് അവൾ ഇങ്ങനെയാക്കി എടുത്തത് താനാ. ദേവിക്ക് പകരക്കാരിയായി മീരെ ആർക്കും കാണാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോ ഞാൻ സമ്മതിക്കുകയില്ല. പാവം മീര. അവളെ കണ്ണടച്ചു വിശ്വസിച്ചു. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ട് തോളിൽ കൈയിട്ടൊക്കെ നടന്നത്. എന്നിട്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്നത് പോലുള്ള പ്രവൃത്തി അവൾ കാണിക്കുന്നത്. പാവം. മീരെ പറ്റിക്കാൻ വളരെ എളുപ്പോ. അത് താൻ പറഞ്ഞ സത്യ. അതുകൊണ്ടാണല്ലോ തനിക്ക് അവളെ പറ്റിക്കാൻ സാധിക്കുന്നത്. നന്ദന്റെയും മീരയുടെയും കല്യാണം നടക്കുമെന്നും ദേവിക ഇവിടുത്തെ ജോലിക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് താൻ അവളെ വളരെ സമർത്ഥമായി ഭരിച്ചുകൊണ്ടിരിക്കുക.